ബഹുമാനപ്പെട്ട മന്ത്രി. സർ, 2024 കേരള ധനവിനിയോഗ 2ാം നമ്പർ ബിൽ നമ്മുടെ ഈ കഴിഞ്ഞ അസംബ്ലി സെഷനിൽ അവതരിപ്പിച്ച് ഈ സെഷനിലെ ചർച്ചകളിൽ കൂടി പൂർത്തിയാക്കിയ വിവിധ വകുപ്പുകളെ സംബന്ധിച്ചുള്ള മുഴുവൻ ആകെ വരുന്ന എല്ലാ ചെലവുകളും അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ബില്ലാണ്. വളരെ വിപുലമായി നമ്മുടെ ഈ സഭയിൽ ഓരോ വകുപ്പുകളും വകുപ്പടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ നടത്തിയതാണ് വിഷയങ്ങൾ. ഇത്രയും ദിവസങ്ങൾ നടന്നത് അതുതന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്രോഡീകരണമാണ് വാസ്തവത്തിൽ ഇതിൻ്റെ ഈ ബില്ല്. എങ്കിലും പ്രധാനമായും ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയം തന്നെയാണ് വരുന്നതെന്നുള്ളതുകൊണ്ട് കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങൾ, ആവർത്തിച്ച കാര്യങ്ങൾ വീണ്ടും ഇവിടെ പറയുകയാണ് മെമ്പർമാർ ചെയ്തത്. പുതിയ എല്ലാ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ചില നിർദ്ദേശങ്ങൾ വന്നിട്ട് ഓരോ വകുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിമാർ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ അതെല്ലാം ആവർത്തിക്കുന്നില്ല. സാർ, പ്രധാനമായിട്ടും സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതിയെ സംബന്ധിച്ചും ഭാവിയെ സംബന്ധിച്ചുള്ള ചർച്ചകളാണല്ലോ ഇത്തരം ബഡ്ജറ്റിൻ്റെ ഭാഗമായി വരേണ്ടത്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങളിൽ വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം പ്രതിപക്ഷം വിമർശിക്കും. ഭരണപക്ഷം പുതിയ നിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഭരണപക്ഷത്തിൽ തന്നെയും പുതിയ നിർദ്ദേശങ്ങളും ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള അഡീഷൻസ് വരും. ഇതെല്ലാം കേരളത്തിൻ്റെ ഭാവിയെ കരുതി തന്നെയാണ് സാർ നമ്മളെല്ലാം കേൾക്കുന്നതും കണക്കാക്കുന്നതും. രാഷ്ട്രീയത്തിൻ്റെ പരിമിതി നമ്മുടെ പൊതുവായ കാഴ്ചപ്പാടുകളെ ബാധിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ എല്ലാം പൊതുവായ ധാരണയും കാഴ്ചപ്പാടും. പലപ്പോഴും അത് വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. സാർ, നമ്മുടെ ഈ ചർച്ചകൾ വരുമ്പോൾ ഈ നാടൻ ഭാഷയെ പറയുന്ന പോലുള്ള പ്രയോഗങ്ങൾ ഞാൻ പറഞ്ഞില്ല. നമുക്കിഷ്ടമല്ലാത്ത ആരെന്ത് ചെയ്താലും അതിനെപ്പറ്റി കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ കടമ എന്ന് പ്രതിപക്ഷം ധരിക്കരുത്. എന്ത് കാര്യത്തിനെയും കുറ്റം മാത്രം പറയും. നാടൻ ഭാഷയിൽ പഴയൊരു പ്രയോഗമാണ്, ഇഷ്ടമല്ലാത്ത അച്ചി തൊട്ടതൊക്കെ കുറ്റം. ഇങ്ങനെ കുറ്റം പണ്ടത്തെ ഒരു പ്രയോഗമാണ്. ഇങ്ങനെ കുറ്റം പറയുക എന്നുള്ളതാണോ പ്രതിപക്ഷത്തിൻ്റെ ഒരു ജോലി എന്നത് അവർ ചിന്തിക്കണം. ഇവിടെ ഈ ഘട്ടത്തിൽ വളരെ ഏറെ കാര്യങ്ങൾ പറയേണ്ടതില്ല. എങ്കിലും ധനകാര്യ കാര്യങ്ങളിൽ ഇപ്പോൾ ആകെ കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതി തകർന്നുപോയി. ധനകാര്യ മാനേജ്മെൻറ്റ് തകർന്നുപോയി. കേരളം തകർന്നുപോയി എന്ന് പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അങ്ങനെ സർ, കേരളത്തിൻ്റെ ധനകാര്യ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് ഒന്നാമത്തെ സംസ്ഥാനത്തിൻ്റെ വരുമാനം സംബന്ധിച്ചാണ്. സർ, സംസ്ഥാനത്തിൻ്റെ വരുമാനം നേരത്തെ പലതവണ നികുതി വരുമാനവും നികുതിതര വരുമാനത്തെപ്പറ്റി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് ഓരോന്നോരോന്നും ആവർത്തിക്കുന്നില്ല. സർ, 2020-21 സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം 47,000 കോടിയായിരുന്നു. നികുതിയും നികുതിയേതര വരുമാനം കൂടി 55,008 കോടി രൂപയായിരുന്നു സാർ 2020-21. ആ സമയം കോവിഡ് കഴിഞ്ഞുള്ള കോവിഡിൻ്റെ ആ സമയമാണ് സാർ. അതിനുശേഷം 2021-22 അത് 68,804 22-23 87,086 സാർ. 2023-24 90,674 കോടി രൂപ ടാക്സ് നോൺ ടാക്സ് നികുതിയേതര വരുമാനം വർദ്ധിച്ചു സാർ. 3 വർഷം കൊണ്ട് സംസ്ഥാനത്തിൻ്റെ നികുതിയും നികുതിയേതരവുമായ വരുമാനം 90,674 കോടിയായി എന്ന് പറഞ്ഞാൽ 65% വർധനയാണ് തന്നത് സാർ. ഇത് നല്ലൊരു വർധനയാണെന്ന് മാത്രമല്ല, ഇന്ത്യയിലെ റെക്കോർഡ് വർധനയാണ്. പക്ഷേ സ്വാഭാവികമായ അത്തരം കാര്യത്തെ അംഗീകരിക്കാൻ പ്രതിപക്ഷത്തിന് വിഷമമുണ്ടാവും. കാരണം മറ്റ് വിഷയങ്ങൾ പറയാൻ ഇല്ലാത്തതുകൊണ്ട് ഇതിനെ വിഷമിച്ച് എതിർക്കുക എന്നല്ലാതെ മാർഗമില്ല സാർ. ഓരോ മേഖല എടുത്തല്ലോ അത് ഇങ്ങനൊരു കാര്യം ഈ നാടിന്, എൻ്റെയും നിങ്ങളുടെയും നമ്മുടെയും നാടിന് ഇങ്ങനൊരു നേട്ടം ഉണ്ടാവുന്നല്ലോ. എന്നാൽ ഇനിയും ധാരാളം കാര്യങ്ങൾ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ മെച്ചപ്പെടാനുണ്ടെന്നുള്ളതിന് തർക്കമില്ല. കാരണം എല്ലാം പൂർണ്ണമായെങ്കിൽ നമുക്ക് എത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കാര്യത്തിനകത്ത് നമുക്ക് നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിൽ നല്ല വർധനയുണ്ടായിട്ടുണ്ട് സാർ. സാർ, നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വരുമാനത്തിൽ വലിയ തോതിലുള്ള കുറവുകൾ നേരത്തെ വന്നതിൻ്റെ ഞാൻ ആവർത്തിക്കുന്നില്ല സാർ. 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയം മുതൽ 15ാം ധനകാര്യ കമ്മീഷൻ വരുമ്പോഴേക്കും 50% നമ്മുടെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കേണ്ട കാര്യമില്ല. തൊട്ട് മുമ്പത്തെ കമ്മീഷൻ 14ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് 2.5% മേളിലുണ്ടായിരുന്നത് 1.9% കുറയേണ്ട കാര്യമില്ല സാർ. ഇത്ര 7.7% എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 8,000-9,000 കോടി രൂപയുടെ കുറവാണ് സാർ. അങ്ങനെ കുറച്ചു സാർ. എന്ന് മാത്രമല്ല സാർ, 2 വർഷം മുമ്പ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സെൻട്രൽ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഇനത്തിൽ തരേണ്ട ഗ്രാൻറ്റുകളാണ്. അത് വെറുതെ ഒരു ഔദാര്യം പോലെ തരുന്നൊരു ഗ്രാൻറ്റല്ല സാർ. 33,000 കോടിയോളം രൂപ കിട്ടുന്നത് സാർ തൊട്ട് മുമ്പത്തെ വർഷം 11,000 കോടിയായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് സാർ. 22,000 കോടി രൂപ 2 വർഷം കൊണ്ട് ആ ഗ്രാൻഡ് കുറച്ചു എന്നുള്ളത് കണക്കിലുള്ളതല്ലേ സാർ. അപ്പോൾ ആ ഗ്രാൻഡ് വെട്ടിക്കുറച്ചു. നമുക്ക് തന്നുകൊണ്ടിരുന്ന
കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചത് അല്ല, കടമല്ല നമുക്ക് വേണ്ടത്. കടമെടുക്കുക എന്ന് പറഞ്ഞിട്ട് നടക്കുകയല്ല നമ്മൾ. നമുക്ക് തരാനുള്ള പണം തന്നാൽ കടമെടുക്കേണ്ട കാര്യമില്ല. സർ, സുപ്രീം കോടതി കേസിൽ നമ്മൾ കൊടുത്ത വിവരങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ ചോദിച്ചു, അന്ന് പറഞ്ഞതാണ് സർ. സുപ്രീം കോടതിയിൽ നമ്മൾ ചില മേഖലകളിൽ പറഞ്ഞാൽ സർ, കിഫ്ബിയും KSSBL മുതലായ സ്ഥാപനങ്ങൾ അവരുടെ സ്വന്തം നിലയ്ക്ക് എടുക്കുന്ന വായ്പകൾ സംസ്ഥാനത്തിന് കണക്കാക്കി 2022, 23, 24 സാമ്പത്തിക വർഷങ്ങളിലും പൊതുകണക്കിൽ എൻ്റെ അഭിപ്രായം 20 വർഷക്കാലത്തേക്ക് ഒരു ലോങ് ടൈം ലോൺ എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ 100 കോടി മുടക്കി ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് 10 വർഷം കഴിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ അതിന് 300 കോടിയാവും. നമ്മൾ ഓരോരുത്തരും ഹൗസിംഗ് ലോണോ മറ്റു കാര്യങ്ങളോ ഒക്കെ എടുത്ത് ചെയ്യുന്ന അങ്ങനെ ഇപ്പം നമ്മൾ പണം മുടക്കുന്നു, 20 വർഷം കൊണ്ട് അടച്ചു തീർക്കുന്നു, 15 വർഷം കൊണ്ട് അടച്ചു തീർക്കുന്നു. അതൊരു നല്ല മോഡലാണ്. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള വരുമാനം ഉണ്ടാകുന്ന പല പദ്ധതികൾ വരും. നല്ല ഒന്നാന്തരം നാഷണൽ ഹൈവേ വന്നാൽ, നല്ല ഒന്നാന്തരം എയർപോർട്ടും തുറമുഖവും വന്നാൽ, നല്ല ഫാക്ടറികൾ വന്നാൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ വരുമാനം കൂടും, ഈ പണം തിരിച്ചടക്കുക. ഇതാണ് സാധാരണ ഏത് കാര്യത്തിനകത്തും എടുക്കുന്ന സമീപനം. മസാല ബോണ്ട് എടുത്തതും ആ കണ്ടീഷൻ അനുസരിച്ച്, അതിനകത്ത് വേറെ കാര്യമില്ല. പലിശ അടച്ചു, പലിശ കൊടുക്കാതെ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. ഏത് ബോറോയിങ് ആയാലും പലിശ അടക്കണം, നമ്മൾ ഏതായാലും പലിശ എടുക്കേണ്ടതാണ്. സാർ, അതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ വരുന്നതിന് പ്രോസ്പെക്റ്റീവായിട്ട് വന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ പ്രശ്നം വന്നത്. ഇപ്പോഴായാലും ഞങ്ങളെന്താ പറയുന്നത് കോടതിയിൽ,
ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വാദം പൂർണ്ണമായി അംഗീകരിക്കാതെ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് വിട്ടിരിക്കുകയാണല്ലോ സുപ്രീം കോടതി. ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് കേരളത്തോടെടുത്ത സമീപനം ശരിയല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. സാർ, ഇത് മാത്രമല്ല, ഇപ്പം അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിനോട് യോജിക്കാതിരിക്കാൻ പറ്റില്ല. പഴയ ഗവൺമെൻറ് അല്ല ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് പഴയ തരത്തിലല്ല, അവരുടെ രണ്ടും സഹായികളുടെ കൂടെയാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റുകളൊക്കെ എന്താണ് പറയുന്നത് സാർ? അവരെല്ലാം പറയുന്നു ഈ കഴിഞ്ഞ പ്രീ ബഡ്ജറ്റ് മീറ്റിങ്ങിൽ, ഫിനാൻസ് മിനിസ്റ്റേഴ്സിൻ്റെ മീറ്റിങ്ങിൽ അതിനകത്ത് ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, കുറേ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നവരാണ്, അതുപോലെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ വന്ന ആവശ്യം ഈ ആവശ്യമില്ലാത്ത ശ്വാസം മുട്ടിക്കൽ ഒഴിവാക്കണം, ബോറോവിങ്ങിൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങൾ. അപ്പോൾ സ്റ്റേറ്റുകളായ ഈ കാര്യം പറയുകയാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് കളക്റ്റീവായിട്ട് നമ്മൾ ഒരുമിച്ച് നിന്നാൽ കേരളത്തിന് മാത്രമല്ല, കേരളത്തിന് മാത്രം എന്തെങ്കിലും ഗുണം കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ തടയുമെന്നുള്ളതിനകത്ത് എനിക്ക് യാതൊരു തടസ്സവുമില്ല. പക്ഷേ കർണാടകത്തിനും കിട്ടും സാർ, മറ്റ് സ്റ്റേറ്റുകൾക്കും കിട്ടും, അവരൊക്കെ ഇത് ആവശ്യപ്പെടുന്നുണ്ട്, തെലുങ്കാനയ്ക്ക് കിട്ടും സാർ. അങ്ങനെ ഒരു സമീപനത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞതിനകത്ത് കേരളം അന്നെടുത്തതിൻ്റെ തെറ്റിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞത് ശരിയില്ല. അതിനകത്ത് കേന്ദ്രം എടുത്തൊരു സമീപനമാണ്. ഞാൻ എന്തായാലും ഈ സുപ്രീം കോടതിക്ക് കൊടുത്ത കേസ് പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഇത്രയും വെട്ടിക്കുറച്ചിട്ടുണ്ട്, അതാണ് പ്രശ്നം. സാർ, ഈ ഗവൺമെൻറ് വന്നിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് എത്ര പ്രാവശ്യമായി പറയുന്നത്? നേരത്തെ ഉള്ള ഗവൺമെൻറ്റിൻ്റെ സമയത്ത് നിങ്ങൾ വേറൊന്നും അല്ല പറഞ്ഞത്. ഏറ്റവും അവസാനം നിങ്ങൾ പറഞ്ഞു കിഫ്ബി എന്ന് പറയുന്ന സാധനവും പിന്നെ പെൻഷൻ കമ്പനി വേണ്ട, കാരണം നിങ്ങൾക്ക് പെൻഷൻ കുറേ കാലം കൊടുക്കാൻ പറ്റിയിരുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് ചെയ്യാൻ പോയപ്പോൾ നിങ്ങൾ തടസ്സം പറഞ്ഞു. അതിനു മുമ്പ് ഞങ്ങൾക്കും കിഫ്ബി വരുന്നതിന് മുമ്പും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്തും പിന്നെ പ്രയോറിറ്റി അനുസരിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ പ്രയോറിറ്റിയെ പറ്റി അങ്ങ് പറഞ്ഞു. ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് പറഞ്ഞാണ് ഞങ്ങൾക്ക് പ്രയോറിറ്റി. ഇവിടെ ശൈലജ ടീച്ചർ പറഞ്ഞപ്പോൾ എനിക്കെതിരെ, ടീച്ചർ കൂടി തന്നെ ധനകാര്യമന്ത്രിക്കെതിരെ പറഞ്ഞു എന്നാണ്. എന്താ പ്രയോറിറ്റി അനുസരിച്ച് ചെയ്യും, ഞങ്ങൾ റീപ്രയോറിറ്റൈസ് ചെയ്യും. കാരണം എന്താ, ഈ തരം ശ്വാസം മുട്ടിക്കൽ വരുമ്പോൾ ഞങ്ങൾ കൂടുതൽ പിന്നെ കൊടുത്തു തീർക്കേണ്ടതും നൽകി തീർക്കേണ്ടതുമായ കാര്യങ്ങൾ ചെയ്യേണ്ടെന്ന അഭിപ്രായമുണ്ടോ പ്രതിപക്ഷത്തിന്? അത് ഞങ്ങൾ ചെയ്യും. പക്ഷേ സാറ് ഞങ്ങൾ ചെയ്ത കാര്യമോ? സാർ, ഈ ഗവൺമെൻറ് വന്നിട്ട് മോശമായ ധനകാര്യ മാനേജ്മെൻ്റ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറയുന്നല്ലോ ചില DA കൊടുക്കാനുണ്ട്, അതിനെപ്പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഇനിയും പറയും. ആ DA ഒക്കെ കൊടുത്തു തീർക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള സമീപനം അത് കൊടുക്കുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാർ, സാമൂഹ്യക്ഷേമ പെൻഷനാണ് ആകെ കൊടുക്കാനുള്ള 5 ഡ്യൂസ് ഉള്ളത്. ആ 5 ഡ്യൂസ് ഉള്ള സാമൂഹ്യക്ഷേമ പെൻഷനും അവസാനം കഴിഞ്ഞ പ്രാവശ്യം എന്താണ് സാർ ചെയ്തത്? അവർ നവംബർ ഡിസംബറിൽ ജനുവരി ഫെബ്രുവരിയിൽ ട്രഷറി പൂട്ടുന്ന സ്ഥിതിയിലേക്ക് 13,800 കോടി തടഞ്ഞു വെച്ചില്ലേ? 13,800 കോടി തടഞ്ഞു വെച്ചാൽ കേരളം പോലൊരു സ്റ്റേറ്റിന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അവിടുന്നല്ലേ നമ്മൾ നേരിട്ടത്. സാർ, ഇതെല്ലാം ഉണ്ടായിട്ടും ശമ്പള പരിഷ്കരണം ഇന്ത്യയിൽ ആകെ ഒറ്റ സംസ്ഥാനത്തെ സാർ അങ്ങനെ ഒരു ശമ്പള പരിഷ്കരണം കോവിഡ് സമയത്ത് നടത്തിയുള്ളൂ. ശമ്പള പരിഷ്കരണം നടത്തി കേന്ദ്ര ഗവൺമെൻറ് DA 18 മാസക്കാലത്തെ ഫ്രീസ് ചെയ്ത് കളഞ്ഞു. ആ സമയത്തും ഇവിടെ DA കൊടുത്തു എന്ന് മാത്രമല്ല ശമ്പള പരിഷ്കരണം നടത്തി. ശമ്പള പരിഷ്കരണത്തിന് അഡീഷണലായി വന്ന വലിയ ബർഡൻ ഉണ്ട്, അത് കൊടുത്തില്ലേ? ഈ ഗവൺമെൻറ് വന്നിട്ട് 2021 ഏപ്രിൽ 1 നടപ്പിലാക്കി തുടങ്ങിയത്. സാർ, ഇതുവരെ ആ കാര്യം നടന്നുകൊണ്ട് വരില്ലേ? ഒരു വർഷം എത്ര ശതമാനം അധികം വന്നു ഇവർ ഇത്രയും വെട്ടിക്കുറയ്ക്കുന്ന സമയത്ത്? പെൻഷൻ കൊടുത്തില്ലേ? ഈ സാമൂഹ്യക്ഷേമ പെൻഷനകത്ത് സാർ നിങ്ങളുടെ സമയത്ത് 5 വർഷക്കാലം കൊണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊടുത്തത് 8,000 ചില്ലുവാനം കോടി രൂപയാണ്. ഒന്നാം പിണറായി സർക്കാർ 5 വർഷം കൊണ്ട് കൊടുത്തത് 33,000 കോടിയാണ്. ഈ സർക്കാർ 3 വർഷം കൊണ്ട് ഏകദേശം 27,000 കോടി രൂപ കൊടുക്കും. എന്ന് പറഞ്ഞാൽ 5 വർഷമാകുമ്പോൾ ഞങ്ങൾ 50,000 കോടി രൂപയെങ്കിലും മിനിമം കൊടുക്കും സാർ. അപ്പോൾ 8,000 നിങ്ങൾ കൊടുത്തു, 33,000 ഒന്നാം പിണറായി സർക്കാർ കൊടുത്തു. ഈ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാവുമ്പോൾ 50,000 കോടി കൊടുക്കും. ഇപ്പോൾ 27,000 കോടി കൊടുത്തു. അവിടെയാണ് ഞങ്ങൾ ഈ 5 വർഷങ്ങൾ ആകെ കൊടുക്കാതിരുന്നല്ല, കൊടുക്കും. അത് കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ സാർ. ഇങ്ങനെ ഏത് കാര്യത്തിലാണ്? ആകെ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യം എടുത്താൽ ഓരോന്നും ഓരോ ഹെഡ് എടുത്ത് നോക്കിയാലും അറിയാം സാർ. എല്ലാ കണക്കുകളും അതിൽ പറയണ്ട. ഇനിയിപ്പോൾ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് പറയുമ്പോൾ ആകെ ഈ ധനകാര്യ ബില്ല് സംബന്ധിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയം മാത്രം വെച്ചിട്ട് നമ്മൾ പറയുകയല്ലല്ലോ, കണക്കുകളുടെ അതിനകത്ത് പ്രധാനമാണല്ലോ സാർ. സാർ, സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ കൊടുത്ത കണക്കനുസരിച്ചിട്ട് ധനകാര്യമന്ത്രിക്ക് കൊടുത്ത കണക്കാണ് സാർ. ഞങ്ങൾ ഓൺ ടാക്സ് റവന്യൂവിൻ്റെ വർധനവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാം കൂടി ഓൺ ടാക്സും നോൺ ടാക്സും കൂടി, ടാക്സ് ഇതര വരുമാനം 65% വർദ്ധിച്ചു, ഓൺ ടാക്സ് മാത്രം 55.8% വർദ്ധിച്ചു. സാർ, നോൺ ടാക്സ് റവന്യൂ മാത്രം നോക്കുകയാണെങ്കിൽ 122% വർദ്ധിച്ചു. സാർ, റവന്യൂ ഡെഫിസിറ്റ് ആണല്ലോ എപ്പോഴും പറയുന്നൊരു പ്രശ്നം. അതിൻ്റെ കാര്യത്തിനകത്ത് കുറവ് വന്നു സാർ. ഈ റവന്യൂ ഡെഫിസിറ്റ് 2.6% ആയി കുറഞ്ഞു. 2.6-ൽ നിന്ന് 1.48% കുറഞ്ഞു സാർ. ഇത് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത കണക്കാണ്. ഞാൻ പിന്നെ ഒരു വെറുതെ പറയുന്നതാണ്, ചുമ്മാ പറയുന്നതാണെന്ന് പറയാൻ പറ്റുന്നല്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്ത കണക്കുകളാണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ കാര്യത്തിൽ, തുകയുടെ കാര്യത്തിലും പെർസെൻറ്റേജിൻ്റെ കാര്യത്തിലും കുറവ് വന്നു സാർ. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മി
4.56% സാർ GSTPയുടെ 2020-21 ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയമാണ് കോവിഡ്. സാർ അതിപ്പോൾ 2.81 ഉണ്ട് സാർ. കേന്ദ്രത്തിൻ്റെ FRBM ആക്ട് നിർദ്ദേശമൊക്കെ അനുസരിക്കുന്നതിനേക്കാളും കുറവാണ്. കഴിഞ്ഞ വർഷം അത് 2.44 ഉണ്ടായിരുന്നുള്ളൂ സാർ. 2.44 CNTG ഫൈനൽ അക്കൗണ്ട് വെച്ചിട്ടാണ് പറയുന്നത്. CNTG ഫൈനൽ അക്കൗണ്ടും പ്രിലിമിനറി അക്കൗണ്ടും വന്നിട്ടാണ് പറയുന്നത്. എനിക്ക് ഇതാണ് ഈ കണക്കാണ് മനസ്സിലാകാത്തത്. കേരളം രൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ പോകുന്നു. ഒരുപാട് ഒബ്ലിഗേഷൻസ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി വിവിധ വകുപ്പുകളിലായിട്ട് സർക്കാരിനുണ്ട്. ഈ സാഹചര്യത്തിൽ റവന്യൂ ഡെഫിസിറ്റ് കുറച്ചു, ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറച്ചു എന്നൊരു ധനകാര്യമന്ത്രി അവകാശപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എക്സ്പെൻഡിച്ചർ ഇല്ലാതാവുമ്പോൾ റവന്യൂ ഡെഫിസിറ്റ് കുറയും, ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയും. അത് അഭിമാനിക്കാവുന്ന കാര്യമാണോ? നിങ്ങൾക്ക് കടമെടുക്കാനുള്ള അനുവാദത്തിൽ നിങ്ങൾക്ക് കടമെടുക്കാമല്ലോ. എന്നിട്ട് നിങ്ങളെന്താ കടമെടുത്തിട്ട് നിങ്ങൾ 5 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്ക്, ആവശ്യമായ കാര്യം മാവേലീശ്വരി സാധനം കൊടുക്ക്. അത് കൊടുക്കാതെ റവന്യൂ ഡെഫിസിറ്റ് കുറച്ച്, എക്സ്പെൻഡിച്ചർ ഇല്ല, പൈസ ഇല്ല. അതാണ് യാഥാർത്ഥ്യം. സർ, ഞാൻ അങ്ങയുടെ ഈ ചോദ്യം തന്നെ സന്തോഷത്തോടെ പ്രതീക്ഷിച്ചാണ് സർ. വളരെ നന്നായി എനിക്ക് പറയാൻ. സാർ, ഈ 2.44% എന്ന് പറഞ്ഞാൽ ആ വർഷം ഞങ്ങൾക്ക് 16,000 കോടിയും കൂടി നിലവിലുള്ള കണക്കനുസരിച്ച് എടുക്കാമായിരുന്നു. 2.8 എന്ന് പറയുമ്പോൾ ഈ വർഷവും അതേപോലെ ഞങ്ങൾക്ക് ഒരു 10,000 കോടിയിലധികം എടുക്കാമായിരുന്നു. സാർ, ഈ എടുക്കാൻ അനുവാദമുള്ള തുക, FRBM അനുസരിച്ച് എടുക്കാൻ അനുവാദമുള്ള തുക കേന്ദ്ര ഗവൺമെൻറ് തരുന്നില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി കേസ്. സാർ, ഇനിയെങ്കിലും ഇതിൻ്റെ കൂടെ ചേർന്നുകൂടെ പ്രതിപക്ഷ നേതാവ്? ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമുക്കെടുക്കാൻ അവകാശമുള്ള തുക 2.44 ആയിട്ട് അവർ തരുന്നുള്ളൂ. ഈ പ്രാവശ്യം 2.8 അവർ അനുവദിക്കുന്നുള്ളൂ. അവർ പറയുന്നു ഇന്ന കാര്യത്തിൽ എന്ന് പറഞ്ഞ് വെട്ടിക്കുറച്ചു. ആ വെട്ടിക്കുറച്ച് പണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കടമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫലത്തിൽ ഇത് AGയുടെ കണക്കാണ്. ഇത് ഞാൻ എഴുതിയ കണക്കല്ല, ഞങ്ങളുടെ സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പിൻ്റെ കണക്കല്ല, AG സർട്ടിഫൈ ചെയ്ത കണക്കാണ്. ഞങ്ങൾക്ക് ഇത്രേ എടുക്കാൻ പറ്റുന്നുള്ളൂ, ബാക്കി കിഫ്ബിയുടെയും മറ്റും പേര് വെട്ടിക്കുറച്ചു. അതാണ് ആ മുമ്പെടുത്തെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ വെട്ടിക്കുറയ്ക്കാണ്. സാർ, ഇതെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് 25,000 കോടി കൂടി ഈ 2 വർഷത്തെ മാത്രം കിട്ടും. നിങ്ങൾ 2 വള്ളത്തെ കൂടെ കാല് വെക്കരുത്. 2 വള്ളത്തെ നിങ്ങൾ എടുക്കുന്നില്ല എന്ന് പറയുക, എടുക്കാൻ സമ്മതിക്കുന്നില്ല കേന്ദ്രം. അവിടെയാണ് നമ്മുടെ 19 MP നിങ്ങളുടെ 19 MP ലോക്സഭയിൽ. അല്ല, 18ന്റെ കൂടെ കുറച്ച് വോട്ട് കൂടെ ഉണ്ടല്ലോ CM. ഞാൻ പറഞ്ഞ 19ാമത്തെ ആൾക്ക് കുറച്ച് വോട്ട് കൂടി ഇവരുടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ 18 MP ഉണ്ടല്ലോ. ആ 18 MP കൂടെ ചേർത്ത് നമുക്ക് ഇവിടെ പറയാം. അപ്പം നമുക്ക് KV തോമസ് MP അല്ലല്ലോ. അല്ല, MP-മാരുടെ കാര്യം പറഞ്ഞ് അപ്പോൾ ഈ കണക്ക് ഞാനീ പറഞ്ഞത് ഇപ്പൊ കേട്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് അംഗീകരിച്ചു. ശരിയാണ്, ഇത്രയല്ല എടുക്കേണ്ടത്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഞങ്ങളിതേ പറയുന്നുള്ളൂ സാർ, ഞങ്ങളിതേ പറയുന്നുള്ളൂ. ഈ കാര്യം ഒന്ന് പറയണം. എന്തായാലും ഈ ലോക്സഭാ സെഷനിൽ കുറച്ച് പറഞ്ഞാൽ ഗുണമുണ്ടാവും. കാരണം എന്താ വെച്ചാൽ സ്റ്റേറ്റുകൾക്ക് കുറച്ചുകൂടെ ഒരു റോൾ വരുന്നതാണ്. നമ്മൾ പ്രതിപക്ഷം നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയാണല്ലോ, എത്ര നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും. സാറേ, ഇങ്ങനെ ഈ തരത്തിൽ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്. ഇനി ഒരു കാര്യം കൂടി പറയാമല്ലോ. നമുക്ക് രമേശ് ചെന്നിത്തല അദ്ദേഹം ഇവിടെ പറഞ്ഞു, കേരളത്തിലങ്ങാകെ കടം കൂടിയിരിക്കുകയാണ്. ശരിയായിരുന്നു. കോവിഡ് സമയത്ത് നമുക്ക് GSTPയുടെ 38.47% നമ്മുടെ ടോട്ടൽ. അങ്ങ് പറഞ്ഞു EMSന്റെ കാലം മുതൽ ഉമ്മൻചാണ്ടിയുടെ കാലം വരെയുള്ള കണക്കുകൾ പറഞ്ഞു. അത് ഇടക്കാലത്ത് കൂടും, പിന്നെ കുറേ അങ്ങനെ വരാറുണ്ട്. കണക്കുകൾ നോക്കിയാൽ അറിയാം. അത് നോക്കുന്നവരെന്നാലേ കൃത്യമായി നിങ്ങൾക്കറിയാം. സാർ, കോവിഡ് സമയത്ത് നമുക്ക് നന്നായി കൂടി 38.47% നമ്മുടെ കടം. അത് കുറഞ്ഞ്, ഇത് ഞാൻ AGയുടെ കണക്കാണ്. ശ്രീ തിരുവഞ്ചൂർ ചോദിച്ച പോലെ ഇത് AGയുടെ പ്രിലിമിനറി ഓഡിറ്റിന് വിധേയമായ കണക്കാണ്. 33.09 ഉള്ളൂ ഇപ്രാവശ്യം. FRBM പറയുന്ന അനുസരിച്ച് വന്നിട്ടുള്ളൂ. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് 56% ഉണ്ട്. ഇതാണ് കേരളത്തിൻ്റെ സാമ്പത്തികമായിട്ട് അങ്ങ് പോവാന്നല്ല, ഇന്ത്യയിലെ സാമ്പത്തികമായ മെച്ചപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന സ്റ്റേറ്റുകളിൽ ഒന്നാണെന്ന് സാർ ഈ കണക്കുകൾ കാണിക്കുന്നത്. പക്ഷേ നമുക്ക് കുറെ കൂടി കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ 1%, 0.5%എങ്കിലും തരണം. 1% പല സ്റ്റേറ്റുകളും ചോദിച്ചിട്ടുണ്ട്. ആന്ധ്ര അടക്കം ചോദിച്ചിട്ടുണ്ട്, ബീഹാർ അടക്കം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കൂട്ടിത്തരണം എന്ന് സ്റ്റേറ്റുകളൊക്കെ ആവശ്യപ്പെടുകയാണ് സാർ. ഇപ്പോൾ ഈ കണക്കിൻ്റെ കാര്യത്തിൽ, വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് സാർ. നമ്മൾ പ്രത്യേകമായിട്ടൊരു പാക്കേജ് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഈ വെട്ടിക്കുറവിൻ്റെ ഭാഗമായിട്ട് 24,000 കോടി.
നമ്മുടെ വിഴിഞ്ഞത്തിന് വേണ്ടി പ്രത്യേക ഒരു പ്രൊജക്റ്റ്, ക്യാപിറ്റൽ മൂലധന നിക്ഷേപത്തിന് വേണ്ടി ക്യാപെക്സ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് എല്ലാ സംസ്ഥാനത്തിനും കൊടുത്തു. കഴിഞ്ഞ വർഷം 1.5 ലക്ഷം കോടി മാറ്റി വെച്ചു. കേരളത്തിന് എടുക്കാൻ സമ്മതിച്ചില്ല, ബ്രാൻഡിങ് പറഞ്ഞ്. നമ്മൾ 5000 കോടി വിഴിഞ്ഞത്തിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട്, ഒരു പ്രത്യേക പ്രൊജക്റ്റായിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അവിടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, വിഴിഞ്ഞം പദ്ധതി എന്ന് പറഞ്ഞാൽ അതുമായി അനുബന്ധമായ പല കാര്യങ്ങൾ ചെയ്യാനാണ്. വയനാട്ടിലെ ടണൽ റോഡ് ഉൾപ്പെടെയുള്ള വികസനത്തിന് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ മേഖലയിലും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. സാർ, ഇതാണ് അടിസ്ഥാനപരമായി ധനകാര്യ കാര്യങ്ങളിൽ നമ്മുടെ സ്ഥിതി മോശമാണ് എന്ന് പറയുന്നത് ഒരു അവസ്ഥ അല്ല, മോശമായൊരു സ്ഥിതിയല്ല. സാർ, പിന്നെ ഇവിടെ കുറേയേറെ മേഖലകളിലെ പണം കൊടുക്കാത്തതിനെ പറ്റി പറഞ്ഞു. സാർ, കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞ സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ കൊടുക്കാത്തതില്ലേ, 5 മാസത്തെ ഞങ്ങൾ പറഞ്ഞല്ലാതെ ഇല്ല. അതിനകത്ത് നിർമ്മാണ തൊഴിലാളികളുടെ മാത്രമേ ഉള്ളൂ. അതിനെയൊക്കെ ഞങ്ങൾ വഴി കണ്ടെത്തുന്നുണ്ട്. സാർ, ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ ചില മെമ്പർമാരുടെ എല്ലാം പ്രസംഗം ഒന്നുമേ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ, നിങ്ങൾ നാട്ടിൽ ചെല്ലുമ്പം നാട്ടുകാരെന്താ നിങ്ങളെപ്പറ്റി ധരിക്കുക എന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങൾ ഈ നാട്ടുകാരിൽ മേടിക്കുന്ന ആളുകളാണ്. ഒന്നും കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മേടിച്ചിട്ടുണ്ടല്ലോ. സാർ, ഞങ്ങൾ നേരത്തെ 18 മാസത്തെ കാലത്തിൻ്റെ കണക്കൊക്കെ പറഞ്ഞു ഇവിടെ വലിയ വിവാദം വന്നു. സാർ, അന്നൊക്കെ 10,000-70,000 മേടിച്ചുകൊണ്ട് വളരെ പ്രായമുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ആ തുകയും കൊണ്ടിരുന്ന പടങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അത് കിട്ടിയിട്ടല്ലേ അവർ കിട്ടിയിട്ടല്ലേ പറഞ്ഞു. ഇപ്പോൾ ഈ പണമൊക്കെ കിട്ടിയിട്ട് തന്നെയാണ് ആളുകൾ ഇത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് വെറുതെ പറയുന്നതിനകത്ത് അടിസ്ഥാനമില്ല. ചില മേഖല അത് ഞങ്ങൾക്ക് മടിയൊന്നുമില്ല, അതിനകത്ത് കള്ളമൊന്നും പറയുന്ന സ്ഥിതിയില്ല. ഇതെല്ലാം ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴാണ് ഇത്രയും തടസ്സം ഉണ്ടാക്കിയിട്ട് ഞങ്ങളിത് പിടിച്ച് നിൽക്കുന്നതെന്നുള്ള കാര്യം പൊതുവിൽ ഞങ്ങളിവിടെ സന്തോഷത്തോട് പറയുകയാണ്. ഇനിയിപ്പം ആകെയുള്ള ചെലവിൻ്റെ കാര്യത്തിലൊന്നും ഈ ഘട്ടത്തിലൊന്നും ചിലവൊന്നും കുറഞ്ഞിട്ടേ ഇല്ല. ചെലവിൻ്റെ കാര്യത്തിൽ അങ്ങനെ വെട്ടിക്കുറച്ചിട്ടില്ല എന്നുള്ളതും വളരെ കൃത്യമാണ്. ഇതിനകത്ത് കിഫ്ബി ചിലവാക്കുന്ന പണം ഏകദേശം 10,000-15,000 കോടിയിലധികം ഒരു വർഷം ചിലവാകുമല്ലോ. അത് നമ്മുടെ പൊതു എക്സ്പെൻഡിച്ചർ വരത്തുമില്ല, അറിയാമല്ലോ ജനറലി. അപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വലിയ തോതിൽ നമ്മൾ മുന്നോട്ട് പോയി. കേരളത്തിൽ ഈ നാഷണൽ ഹൈവേ ഇപ്പോൾ 2025 പൂർത്തീകരിക്കാൻ പോകുന്ന നാഷണൽ ഹൈവേ, ആ നാഷണൽ ഹൈവേക്ക് വേണ്ടി മാത്രം 6,500 കോടി നമ്മൾ കൊടുക്കുകയാണ് സാർ. നാഷണൽ ഹൈവേക്ക് അത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർ പണിയില്ല, കാരണം ഭൂമിയുടെ വില പറഞ്ഞിട്ട്. സാർ, അതൊക്കെ ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ അങ്ങനെ ഓരോ മേഖലകളിലും കാര്യങ്ങൾ ചെയ്യാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം സാർ. സാർ, ഇവിടെ നമ്മൾ PSC നിയമനത്തിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ഈ PSC ലിസ്റ്റ് ഉള്ള വടകര അങ്ങ് ഇവിടെ പറഞ്ഞല്ലോ, PSCയിൽ അപ്പോയിൻമെൻ്റ് ഇല്ല, സ്കൂളിൽ ആളുകളെ പറ്റിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കേണ്ട വരിക. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 22-23 ടോട്ടൽ അപ്പോയിൻമെൻറ്റ് ഇന്ത്യ നടന്നത് 51,000 അതിനകത്ത് 35,000-ലധികം കേരളത്തിലാണെന്നുള്ളത് അവർ കൊടുത്ത സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 60% കേരളത്തിലെ അപ്പോയിൻമെൻറ്റ്. UPയിലും മറ്റും ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനകത്ത് വിജയവും പരാജയവും ഒക്കെ അല്ല പ്രശ്നം. ഞങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതിനകത്ത് ഞങ്ങൾ വിജയിച്ചെന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. UP അടക്കമുള്ള സ്റ്റേറ്റുകളിൽ, ബീഹാർ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ അഗ്നിവീർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ചർച്ച നമുക്കറിയാം. കർഷകരുടെ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇതൊക്കെ ജോലി പോലും കൊടുക്കാതിരിക്കുന്ന BJPയുടെ നിലപാടല്ല. ഇന്ത്യയിലാകെ PSC നിയമനത്തിൻ്റെ കാര്യത്തിൽ ഈ തരത്തിലേക്ക് വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. സാർ, ഈ സപ്ലൈകോയിൽ ഇപ്പോഴുള്ള സ്ഥിതി അങ്ങനെ പോയി നോക്കിയിട്ടുണ്ടോ? സപ്ലൈകോയ്ക്ക് ഇനി കുറച്ച് പണം കൂടെ ഉള്ളൂ ഡ്യൂസ് ഉള്ളത്. 1,200 കോടി സെൻട്രിൽ നിന്ന് കിട്ടാനുണ്ട്. 1,200 കോടിയിലധികം സെൻട്രിൽ നിന്ന് കിട്ടാനുള്ളപ്പോഴാണ് ഈ ചെറിയൊരു ഡ്യൂസ് ഉള്ളത്. സാർ, സപ്ലൈകോയൊക്കെ നന്നായി പ്രവർത്തിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. വളരെ വലിയ കുടിശ്ശിക കിട്ടാനുള്ളപ്പോഴും കുറച്ച് കുടിശ്ശിക കിട്ടാൻ, ഞാൻ പറയാം, സെൻട്രിൽ നിന്ന് കിട്ടാനുള്ള ഗ്രാൻറ്റുകൾ പെട്ടെന്നൊന്ന് അറിയാൻ വേണ്ടി പറയാം. സാർ, ഹെൽത്ത് ഗ്രാൻറ്റ് 725 കോടി, അർബൻ ലോക്കൽ ബോഡി ഗ്രാൻറ്റ് 513 കോടി, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് 34.7 കോടി. ഇത് ധനകാര്യ കമ്മീഷൻ അനുസരിച്ചാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതി അനുസരിച്ച് സമഗ്ര ശിക്ഷ കേരളം 188 കോടി. വിദ്യാഭ്യാസത്തിനൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ അത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അവിടുന്ന് വരുന്ന പണം കിട്ടുന്നില്ല, പക്ഷേ ഇവിടെ ശമ്പളം കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന 164 കോടി. ഇതെല്ലാം അവിടെ കണക്ക് നമ്മൾ കൊടുത്തിട്ട് കിട്ടാനുള്ള കണക്കാൻ പറഞ്ഞത്. നാഷണൽ ഹെൽത്ത് മിഷൻ 636 കോടിയുണ്ട് അതിൻ്റെ ഒരു സെക്ടർ. സാർ, അവിടെ കഴിഞ്ഞ വർഷം മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നാണ് സെൻറ്ററിൻ്റെ പാർട്ടിയോട് കൊടുക്കുന്നത്. ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ മാസം കൊടുത്തു. അവിടെ കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇത് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളത് എങ്കിലും ഇവിടെ പറയണ്ടേ? അവിടുന്ന് തരാനുള്ളത് തരുന്നില്ല സാർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള സാലറി പോർഷനല്ല, മറ്റ് സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ പോർഷൻ പണം 220 കോടി കിട്ടാറുണ്ട്. പോഷൺ അഭിയാന് 141 കോടി.
നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം, ദേശീയ പെൻഷൻ പദ്ധതിയുടെ നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതി 225 കോടി കിട്ടാനുണ്ട്. NFSA ഇൻ്റർസ്റ്റേറ്റ് മൂവ്മെൻറ്റ് ഓഫ് ഫുഡ് ഗ്രെയിൻസിന് 74 കോടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിക്ക് ഈ അടുത്തിടയ്ക്ക് ഒന്ന് കിട്ടി, ബാക്കി 11 കോടി, UGCയുടെ 750 കോടി. ഇതെല്ലാം കൂടെ തന്നെ 3951 കോടി വരും. സർ, ഇങ്ങനെ ധാരാളം പണം അവിടുന്ന് കിട്ടാനുണ്ട്. ഞങ്ങൾ MP-മാരുടെ അടുത്ത് ഈ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് വീണ്ടും നമുക്ക് റേസ് ചെയ്യിക്കാം ഈ പ്രശ്നങ്ങൾ. MP-മാർ അവിടെ ഈ കാര്യങ്ങൾ റേസ് ചെയ്യുന്നതിന് വേണ്ടി ഇടപെടുമെന്ന് തന്നെ കരുതുന്നു. സർ, ഇവിടെ ഓരോ മേഖലയെപ്പറ്റി പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച്. ടാക്സിൻ്റെ കളക്ഷൻ, സാറ് ടാക്സിൻ്റെ കളക്ഷനൊക്കെ നടത്താൻ വേണ്ടി ഇപ്പോൾ നടക്കുന്ന പ്രത്യേകമായിട്ടുള്ള പരിശോധനകളും ഒക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് സ്വർണ്ണമടക്കമുള്ള മേഖലകളിൽ നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ വിശദമായിട്ട് IGSTയുടെ കാര്യവും ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതിനകത്ത് നല്ലപോലെ നമുക്ക് കുറച്ചേറെ കാര്യങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് പറ്റിയിട്ടുണ്ട്. സാർ, ഈ ലേബലിങ്ങിൻ്റെ കാര്യത്തിനകത്ത് ബ്രാൻഡിങ്ങിൻ്റെ കാര്യത്തിലുള്ള കാര്യം ഇന്ന് രാവിലെ ഇവിടെ ചർച്ച ചെയ്തതാണ്. അതിനകത്ത് കൂടുതൽ പറയുന്നില്ല. ആശുപത്രി മേഖലയിൽ ചില കാര്യങ്ങൾ ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. ചില മേഖലകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ആ കാര്യത്തിലൊക്കെ പരമാവധി എല്ലാ കാര്യവും ചെയ്യാം. മരുന്നിൻ്റെ കാര്യത്തിലൊന്നും തടസ്സം വരാതെ തന്നെ കാര്യങ്ങൾ വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരും. സാർ, സാർ, വളരെ സീരിയസ് ആയൊരു കാര്യമാണ്. മെഡിക്കൽ കോളേജുകളിൽ ഹാർട്ട് ഓപ്പറേഷനുകൾ നടക്കുന്നില്ല, ഹെൽത്ത് കാർഡ് എടുക്കുന്നില്ല, സ്റ്റെൻറ്റ് ഉറപ്പുവരുത്തിയാൽ ഓപ്പറേഷൻ നടക്കുന്നുള്ളൂ. ആ കാര്യത്തിലെങ്കിലും അങ്ങ് അടിയന്തരമായി ഇടപെടണം. കാരണം ഹൃദയരോഗികൾക്കുള്ളൊരു പ്രശ്നമാണ്. അവർക്ക് സ്റ്റെൻറ്റ് കൊടുക്കുന്ന ആളുകൾക്ക് പണം കൊടുക്കാത്തതുകൊണ്ടാണ്. അടിയന്തരമായി എല്ലാ മെഡിക്കൽ കോളേജിലുള്ള ഒരു പ്രശ്നമാണ്. അതിലൊരു അടിയന്തര നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സർ, ഈ ഗ്യാസ്പ് ഉൾപ്പെടെയുള്ള ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ സാമ്പത്തിക വർഷം മാത്രം ധനകാര്യ വകുപ്പ് 444 കോടി രൂപ നൽകിയിട്ടുണ്ട്. നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി ഞാൻ ഈ സഭയിൽ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ്. അതായത് മുൻപ് നമുക്ക് 30,000 രൂപയാണ് ഒരു കുടുംബത്തിന് ഒരു വർഷം നൽകിയിരുന്നത്. പക്ഷേ ഇന്നത് 5 ലക്ഷം എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ട്. നേരത്തെ ഉള്ളതിൽ നിന്നൊരു 3 ഇരട്ടിയിലധികം ആളുകൾ, ഇന്ന് 6 ലക്ഷത്തോളം ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് 1600 കോടി രൂപയാണ് ഓരോ വർഷവും ആരോഗ്യ പരിരക്ഷയിൽ നമുക്ക് ചിലവാകുന്നത്. അപ്പോൾ അത് കൊടുത്ത് മുന്നോട്ട് പോകുന്നതിനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോകുന്നതിനുള്ള ശ്രമം നല്ല നിലയിൽ നടക്കുന്നുണ്ട്. സാർ, ഈ അങ്ങക്ക് ആ ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷവും നമ്മളൊരു 100-200 കോടിയോളം കൊടുത്തിട്ടുണ്ട്. ഇനിയും അതിൻ്റെ പണം കൊടുക്കും, അതിനകത്ത് തർക്കമില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയായിട്ട് നമ്മൾ കരുതുന്നത് മരുന്നിൻ്റെ കാര്യത്തിനകത്ത്. സാർ, നമ്മൾ ഈ ബഡ്ജറ്റിൻ്റെ പൊതുകാഴ്ചപ്പാടിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോയാൽ പോരല്ലോ. കേരളത്തിൽ എന്താ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു മുന്നോട്ട് പോകാനുള്ള കാര്യം നോക്കണ്ടേ? ബഡ്ജറ്റിനകത്ത് നമ്മൾ പറഞ്ഞാണ്, ബഡ്ജറ്റ് സ്പീച്ചിൽ പറഞ്ഞാണ് ഞങ്ങളുടെ പൊതുകാഴ്ചപ്പാട്. സാർ, വിഴിഞ്ഞം പോലുള്ള വലിയ പദ്ധതികൾ, വ്യവസായത്തിൻ്റെ കാര്യത്തിൽ രാവിലെയും വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞ കുറേ പുതിയ കാര്യങ്ങൾ, ഓരോ മേഖലയിലും പുതുതായി വരുന്ന സംഗതികൾ. കാർഷിക മേഖലയിലെ കേര പോലുള്ള പദ്ധതികൾ രാവിലെ കൃഷി വകുപ്പ് മന്ത്രി പറഞ്ഞു. സഹകരണ മേഖലയിലെ മൂലധനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന പുതിയ കാര്യങ്ങൾ. ഇങ്ങനെ ഓരോ രംഗത്തും എന്തൊക്കെ ചെയ്യാം. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് സ്റ്റാർട്ടപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, അതിനകത്ത് നമ്മളെല്ലാവരും ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളെന്നേ ഞങ്ങൾ കാണുന്നുള്ളൂ. 5000-ഓളം സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ. സാർ, എല്ലാ മേഖലയിലും. ഇപ്പോൾ മഞ്ചേരിയിൽ ഏറ്റവും നല്ല ഫിൻടെക് ഇല്ലേ മഞ്ചേരിയിൽ? ഞാൻ പറഞ്ഞത് ഓരോ പെരിന്തൽമണ്ണയുണ്ട്, മഞ്ചേരി, കാസർഗോഡുണ്ട്, സുൽത്താൻ ബത്തേരി ഉണ്ട്, ചാലക്കുടിയിലുണ്ട്. ഓരോ സ്ഥലത്തും എനിക്ക് സന്തോഷമുണ്ട് സാർ. എൻ്റെ മണ്ഡലമായ കൊട്ടാരക്കരയിൽ സോഹോ കോർപ്പറേഷൻ, അത് വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. അവർക്ക് ലോക്കൽ ഏരിയയിൽ, തെങ്കാശിയിലെ ഒരു യൂണിറ്റ് ഉണ്ട്. അവർ അവിടെ ഈ ഒരു R&D സെൻറ്റർ തുടങ്ങി. ഞാൻ പറഞ്ഞത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചെറു പട്ടണങ്ങളിൽ ഉൾപ്പെടെ ധാരാളം സ്ഥാപനങ്ങൾ പല മേഖലയിലുള്ള വരുന്നു. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഈ നാട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും കാര്യങ്ങളും വരുന്നതിന് ധാരാളം. ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഇനി എത്രയോ സ്ഥലങ്ങൾ വരാനുണ്ട്. വലിയ കേന്ദ്രങ്ങളെപ്പറ്റി ഞാൻ പറയുന്നതേ ഇല്ല. സാർ, ഇത് നമുക്ക് വരണം. കൂടുതൽ അടിസ്ഥാന സൗകര്യം, വർക്ക് നിയർ ഹോം. നമ്മൾ പറഞ്ഞ കാഴ്ചപ്പാട് 10, 22, 24, 25 വയസ്സ് വരെ ജോലി ചെയ്ത്, അല്ലെങ്കിൽ 10, 30 വയസ്സ് വരെ ജോലി ചെയ്ത് കല്യാണം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നിട്ട് വീട്ടിലെ ചുമതലകൾ കാരണം ജോലി ചെയ്യാം, പക്ഷെ പുറത്ത് പോയി നിൽക്കാൻ പറ്റത്തില്ല. കുടുംബമായി താമസമായി, ഭാര്യയായാലും ഭർത്താവായാലും അടുത്ത് ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന, ഇപ്പോൾ IT പോലുള്ള മേഖലയിൽ, IT റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യാവുന്ന ആളുകൾ ധാരാളമുണ്ട്. അതിനാണ് വർക്ക് നിയർ ഹോം. ഇതേപോലെ ഏറ്റവും നല്ല ആരോഗ്യരംഗത്ത് ഇവിടെ നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട കുട്ടനാട് അങ്ങ് പറയുകയുണ്ടായി, കുവൈറ്റിൽ നിന്ന് ഹോസ്പിറ്റൽ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ചിലർ വരുന്ന കാര്യം. ഹോസ്പിറ്റൽ പോലെയുള്ള രാജ്യങ്ങൾ ഇവിടെ നമ്മുടെ ആരോഗ്യവകുപ്പ്
ഹെൽത്ത് ഹബ്ബ് പോലുള്ള കാര്യങ്ങൾ, നമുക്ക് പുറത്തുനിന്ന് ആളുകൾ വന്ന് ചികിത്സിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ നല്ല ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജിൻ്റെ, സ്വകാര്യ കോളേജിൻ്റെ ഉൾപ്പെടെ ചേർന്ന് പറ്റും. ഹെൽത്ത് ഹബ്ബ്, എഡ്യൂക്കേഷൻ ഹബ്ബ്, നമുക്ക് നല്ല കാലാവസ്ഥ, ഭൂമിയുണ്ട്. വിഴിഞ്ഞം പോലുള്ള സ്ഥലങ്ങളിൽ, വിഴിഞ്ഞം മാത്രമല്ല, പക്ഷേ വിഴിഞ്ഞമാണ് ഏറ്റവും പുതിയ ഒരു സ്ഥലമെന്ന നിലയിൽ ഇത്രയും വലിയ ഒരു ഡെവലപ്മെൻറ്റ് നടക്കല്ലേ. ആരും അവിടുന്ന് സംസാരിച്ചപ്പോൾ വിഴിഞ്ഞത്ത് മറ്റന്നാൾ ഞങ്ങളും കൂടി വരാമെന്ന് ആരും പറഞ്ഞില്ല. മറ്റന്നാളുണ്ട് സാർ, ഞാൻ നിങ്ങളെല്ലാം ക്ഷണിക്കുകയാണ്, വകുപ്പ് മന്ത്രി നിങ്ങളെ ക്ഷണിക്കും. 12-ാം തീയതി ലോകത്തെ ഏറ്റവും വലിയൊരു കപ്പൽ അവിടേക്ക് വരികയാണ് സാർ. അതിനകത്ത് വിൻസെൻ്റെങ്കിലും ആ സന്തോഷം പറയണ്ടല്ലോ, ശ്രീ വിൻസെൻ്റെങ്കിലും. അങ്ങനെ ചർച്ചയിൽ വരുന്നതല്ല അല്ലേ, 12-ാം തീയതി അല്ലേ വരുന്നേ? 12-ാം തീയതി രാവിലെ 10 മണിക്ക് ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്ന്. സമയം പോകുന്നുണ്ട്. സംഘം രൂപീകരിച്ച അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവാണ് സാർ. ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോവാണ്. ഞങ്ങളെ ഒരു കാലത്ത് ഇതിനെ ബഹിഷ്കരിക്കുകയോ ഒരു കാലത്ത് ഇതിനെ എതിർക്കുകയോ ചെയ്യുകയില്ല, ഇനി ചെയ്തിട്ടുമില്ല സാർ. അത് തന്നെ ഞാൻ പറഞ്ഞത് ഉണ്ടല്ലോ, അത് തന്നെയാ സാർ പറഞ്ഞത്. വിഴിഞ്ഞത്തെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ പറ്റും. നിങ്ങൾ ഇതിനകത്ത് കയറുമ്പോൾ ഇത് മൊത്തം നാശം, ഇത് മൊത്തം നാശം, ഇത് മൊത്തം നാശം എന്ന് പറയുന്നു. വിഴിഞ്ഞത്തെ ജനങ്ങളുടെ മുന്നിൽ വെച്ച് പറയും നല്ലതാണ് ഈ കപ്പൽ കയറുന്നൊക്കെ കൊള്ളാം. പക്ഷേ ഇവിടെ വരുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നതാണ് ശരിയല്ലാത്ത കാര്യമെന്ന് ഞാൻ പറഞ്ഞോളൂ. ഏതായാലും ഞാൻ പറഞ്ഞത് വിഴിഞ്ഞത്ത് ഇങ്ങനൊരു വലിയ കപ്പൽ വരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ലോകത്തെ അടുത്ത ഒരാഴ്ച കൂടെ കഴിഞ്ഞ് വീണ്ടും 1-2 ആഴ്ച കഴിഞ്ഞ് ഒരു ഷിപ്പ് കൂടെ വരും. ഏറ്റവും വലിയ ഷിപ്പ് വരുന്നു. നമുക്കൊക്കെ അത്ഭുതമാണ്, നമ്മളൊക്കെ സ്വപ്നം കണ്ടിരുന്നതാണ് ഏറ്റവും വലിയ ഷിപ്പ് നമ്മുടെ വിഴിഞ്ഞത്ത് വരുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സാറേ, വിഴിഞ്ഞം കപ്പൽ നിർമ്മാണ ഈ തുറമുഖം പൂർത്തിയാകുന്നു എന്നുള്ളത് മലയാളികൾക്ക് മുഴുവൻ അഭിമാനകരമായ കാര്യമാണ്. ഞങ്ങളുടെ സർക്കാർ ഇരുന്ന സമയത്ത് കൊണ്ടുവന്നൊരു പ്രോജക്റ്റാണ്. അങ്ങിപ്പോൾ ഞങ്ങളെ പരിഹസിച്ച് പറയാം ആ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് വന്ന സമയത്ത്, ഞങ്ങളിത് തുടങ്ങുന്ന സമയത്ത് ഇത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ഏർപ്പാടാന്ന് പറഞ്ഞ ആളല്ലേ തൊട്ടപ്പുറത്തിരിക്കുന്ന മുഖ്യമന്ത്രി അല്ലേ? എന്നിട്ട് ഇപ്പം ഞങ്ങളെ പരിഹസിക്കുകയാണ്, വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. എന്ത് മര്യാദയാണ് അങ്ങ് ശരിയാണ് സാർ. വിഴിഞ്ഞം തുറമുഖത്തിന് വലിയ ചരിത്രമുണ്ട്. ആ തുറമുഖം വേണമെന്ന് ഞാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്നു. വലിയ മാർച്ചുകൾ അന്ന് UDF ഗവൺമെന്റിന്റെ സമയത്ത് ഇത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞുള്ള വലിയ മാർച്ച് നടത്തുമ്പോൾ ആ മാർച്ച് ഉദ്ഘാടനം അതിനകത്ത് ഇടപെടാൻ വന്നൊരു മനുഷ്യനും കൂടിയാണ് ഇരിക്കുന്നത്. അത്തരം സമരങ്ങൾക്ക്, ജനകീയ സമരങ്ങൾക്കും ഈ വിഴിഞ്ഞം വേണമെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികൾക്ക് അന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആ മനുഷ്യച്ചങ്ങലയോടൊക്കെയുള്ള പരിപാടി പങ്കെടുത്താണ്. പിന്നെ അതിന്റെ കരാറുകളുടെ കാര്യമൊക്കെ ചർച്ച ചെയ്ത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും സാർ, അവിടെ ഒരു കാര്യം നമ്മൾ കളക്റ്റീവായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്. അതൊക്കെ പോട്ടെ, ചരിത്രമാണല്ലോ സാർ. ആ വിഴിഞ്ഞത്തിന് പണമെടുക്കുന്നത് പോലും സംസ്ഥാനത്തിന്റെ കടപരിധി പെടുത്തണമെന്നുള്ള തരത്തിലേക്ക് പറയുന്നത്. അത് വേറൊരു വിഷയം, ഞാൻ പറയുന്നതേ ഉള്ളൂ. അത് ഒരു കൊമേഴ്സ്യൽ പ്രൊജക്റ്റ് ആണല്ലോ, അത് നമ്മുടെ സംസ്ഥാനത്തിന്. എന്തായാലും ഞങ്ങൾ ഈ പദ്ധതി താമസിപ്പിക്കാനേ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ KFC വഴി പണം അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇപ്പം നബാർഡിൽ നിന്ന് പണം എടുക്കുകയാണ്, അത് മുന്നോട്ട് പോവാണ് സാർ. അത്രയും വലിയ പദ്ധതി വരുമ്പോൾ, ഞാൻ പറഞ്ഞത് അത്രയും വലിയ പദ്ധതി വരുന്നു. ആ പദ്ധതി വരുമ്പോൾ തുറമുഖം മാത്രം പോരാ. തുറമുഖത്തിനടുത്ത് 10,000-കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ടൗൺഷിപ്പ് വേണം. അവിടെ വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സജീവമായ ചില പ്രവർത്തനം നടത്തിയേ പറ്റൂ. കാരണം തൊട്ടപ്പുറത്തേക്ക് ഡെവലപ്മെന്റ്, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കേരളത്തിനകത്ത് തന്നെ ഡെവലപ്മെന്റ് വേണം സാർ. ഇതുപോലുള്ള കാര്യങ്ങൾ ഏറെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതിലേക്ക് ഉള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പ്രയോജനം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പോർട്ട് കേരളത്തിലായതുകൊണ്ട് മാത്രം കിട്ടാൻ പോകില്ല. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അനുബന്ധമായി വരേണ്ടിയിരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോഴും കേരളത്തിൽ കാര്യമായി ഒന്നും നടന്നിട്ടില്ല. നടന്ന അത്രയും തമിഴ്നാട്ടിലാണ്. ഇതിൻ്റെ പ്രയോജനം അവസാനം വരാൻ പോകുന്നത് അങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടുണ്ടാവില്ല എന്ന റിപ്പോർട്ട് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അനുബന്ധമായിട്ട് വരേണ്ടിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ കാണുന്നില്ല. പോർട്ട് ഇവിടെയാണെന്നുള്ളതുകൊണ്ട് കപ്പൽ വരുന്നു, പിന്നെ വരുന്ന അനുബന്ധ വ്യവസായങ്ങൾ, കാര്യങ്ങൾ, ട്രേഡ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയാൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് മര്യാദക്കുള്ള റോഡ് പോലും ഇല്ല, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. അതേപോലെ തന്നെ മറ്റു ഇതുണ്ടല്ലോ, റെയിലില്ല, ഒരുപാട് സംഗതികൾ. ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന റിപ്പോർട്ട് അങ്ങയുടെ ശ്രദ്ധയിലുണ്ടോ? യെസ്, പോർട്ട് മിനിസ്റ്റർ. സർ, അങ്ങ് സൂചിപ്പിച്ച കാര്യം ശരിയല്ല. ഇപ്പോൾ 1.7 കിലോമീറ്റേഴ്സ് അപ്രോച്ച് റോഡ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം റെയിൽവേ കണക്ടിവിറ്റി 10.7 കിലോമീറ്റേഴ്സ്
അതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനം, അതോടൊപ്പം തന്നെ സാമൂഹ്യാഘാത പഠനം, തുരങ്കപാതയാണ് 9.2 കിലോമീറ്റർ. അപ്പോൾ റെയിൽവേ കണക്ടിവിറ്റി ആവും. അതോടൊപ്പം തന്നെ റിംഗ് റോഡിൻ്റെ കാര്യത്തെ സംബന്ധിച്ചോളം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ കമ്മിറ്റി അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെയും NHൻ്റെ അധികാരികളും കൂട്ടിയുള്ള മീറ്റിംഗ് നടന്നു. ഇൻ പ്രിൻസിപ്പൽ അതിന് അംഗീകാരമായി. അതോടൊപ്പം തന്നെ റെയിൽവേയുടെ കാര്യത്തെ സംബന്ധിച്ച് കൊങ്കൺ റെയിൽവേ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ കേന്ദ്ര റെയിൽവേ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ സ്ഥലമെടുപ്പ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും ആരംഭിച്ചിട്ടില്ല എന്നങ്ങ് പറഞ്ഞത് ശരിയല്ല. പശ്ചാത്തല സൗകര്യം ഒരുങ്ങിക്കഴിഞ്ഞു. മിനിസ്റ്റർ പ്ലീസ്. അങ്ങ് പറഞ്ഞ കാര്യം വളരെ സീരിയസ് ആണ്. ഞങ്ങൾ ആ തരത്തിൽ തന്നെയാണ് കാണുന്നത്. റിംഗ് റോഡിൻ്റെ പരിപാടി നടക്കുന്നു. ഈ 2300 കോടി ഇപ്പോൾ നബാർഡിൽ നിന്ന് ലോൺ എടുക്കുന്നത് ഉൾപ്പെടെ ഇതിൻ്റെ തുരങ്കപ്പാതയും ബാക്കി വികസന കാര്യങ്ങൾക്കാണ്. അതുകൊണ്ടും പറ്റില്ല. സംസ്ഥാന സർക്കാർ എല്ലാ പണവും മുടക്കി ഈ കാര്യങ്ങളെല്ലാം ചെയ്യാമെന്നുള്ള ധാരണയും ഞങ്ങൾക്കില്ല. അതിന് നല്ല സ്വകാര്യ മൂലധനം, സിയാൽ മോഡലോ അല്ലാതുള്ള മോഡലോ പലതരത്തിലുള്ള മോഡൽ, ആ ബഡ്ജറ്റിൻ്റെ വിഴിഞ്ഞം സംബന്ധിച്ചുള്ള ഭാഗത്ത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സ്വകാര്യ മൂലധനം പലതരത്തിൽ വരാവുന്ന തരത്തിലേക്ക് വിപുലമായി 10,000 ഏക്കറെങ്കിലും വിഴിഞ്ഞത്തിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ, അത് 10-50 കിലോമീറ്റർ 60-70 കിലോമീറ്റർ സ്ഥലത്തായിരിക്കും, 10,000 ഏക്കർ സ്ഥലവും വിവിധ തരത്തിലുള്ള സംവിധാനങ്ങളും ഒക്കെ വരേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. വിവിധ ഫാക്ടറികൾ വരാൻ, പലതരത്തിലുള്ള ലോജിസ്റ്റിക്സ് അടക്കമുള്ള പല കാര്യങ്ങൾക്കും ആ കാഴ്ചപ്പാടാണ്. അതിനകത്ത് നമുക്ക് യുണൈറ്റഡ് ആയിട്ട് മുന്നോട്ട് പോവുക, വളരെ സമയബന്ധിതമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യണം സാർ. ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക. കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ അങ്ങ് ഡീസ്റ്റെബിലൈസ് ചെയ്തൊന്നും പോകല്ല. ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഇലക്ഷന് മുമ്പ് ശ്രമം ഉണ്ടായി, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അങ്ങനെ പോയില്ല. ഇനി അങ്ങനെ പോവാതെ, അത് പോയില്ല എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഇത്രയും പണം കിട്ടാനുള്ളത് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ, നമുക്ക് കിട്ടാതിരുന്നാൽ പിന്നെ ഭാവി കിട്ടുമോ? ഇവിടെ തട്ടിയുരുട്ടി കാര്യങ്ങൾ കൊണ്ടുപോലല്ല, കിട്ടാനുള്ള അർഹമായ പണം മേടിക്കണം. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കേരളത്തിലെ MP-മാരിൽ നിന്ന് അവിടെ പറയുകയും പുറത്തു പറയുകയും ചെയ്താൽ അത് കിട്ടും. നമുക്ക് ആ കാര്യത്തിനകത്ത് ഒരുമിച്ച് പോകണമെന്നുള്ളതാണ് സാർ. ഇതെല്ലാം ഉള്ളപ്പോൾ നമുക്ക് രാഷ്ട്രീയം അമിതമായി പോകുന്നു സാർ. രാഷ്ട്രീയം ഏറ്റവും നന്നായിട്ടുള്ളതാണ്, പക്ഷേ എല്ലാത്തിലും രാഷ്ട്രീയത്തിൻ്റെ ഒരു ലെവൽ എങ്ങനെയാണ് സാർ? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ മോശപ്പെടുത്താൻ വേണ്ടി എത്രയെത്ര കഥകളുണ്ടാക്കുക. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടാവും സാർ പൊതുവിൽ രാഷ്ട്രീയത്തിൽ? സാർ ഇന്നത്തെ എന്നോടിപ്പോൾ രാവിലെ നമ്മുടെ മാത്യു ടി തോമസ്, അദ്ദേഹം ഇപ്പോൾ ഇല്ല, MLA അല്ല, ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങളെപ്പറ്റിയാണല്ലോ കഥകൾ. അപ്പം ഞാൻ നോക്കി, എന്താ, ഞാൻ ആശുപത്രിയിൽ ഇടയ്ക്ക് ഒരു ആശുപത്രി, നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഒരു അസുഖം വന്ന് ആശുപത്രിയിൽ പോയി. അവിടെ പോയി നമ്മൾ വ്യക്തിപരമായ കാര്യമാണ്, മെഡിക്കൽ കോളേജിൽ പോയതുകൊണ്ടാണ് ഇത് അറിഞ്ഞത്. നമ്മൾ വ്യക്തിപരമായ ഒരു ചികിത്സയ്ക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്ന് പോയാൽ ആളുകൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അവിടെ പോയി പത്രത്തിലൊക്കെ വന്നവരുമല്ലോ. അവിടുന്ന് ചികിത്സ കഴിഞ്ഞു. ഞാൻ അവിടെ പോയി കിടന്നത് കേരളത്തിലെ 42 ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടുന്ന കാരുണ്യ പദ്ധതി അനുസരിച്ച് കിട്ടുന്ന അതേ വാർഡില്ല. ഞാനും അതിനു മുമ്പും മറ്റു മന്ത്രിമാരും ഇപ്പോഴും ഒക്കെ പോകുന്നുണ്ട്. അവിടെ കിടന്നു അതേ IC-യിലാണ് സാർ. കാരുണ്യ പദ്ധതി അനുസരിച്ച് കിടക്കുന്ന സ്ഥലത്താണ്. ഏതായാലും എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജാണ്. ഇന്നത്തെ എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ ധനകാര്യമന്ത്രി ഒരു ദിവസം ആശുപത്രി വാസത്തിന് 1,90,000 രൂപ എഴുതിയെടുത്തു. എന്നിട്ട് ഇത് എടുത്തെന്നുള്ള തരത്തിലാണ് പ്രമുഖമായ ഈ ചില മീഡിയയൊക്കെ അങ്ങനെയൊക്കെ അറിയാവുന്ന മീഡിയകളാണ് അതിങ്ങനെ വരിക. ഞാനിത് പറഞ്ഞത് സാർ, കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ പോയി അല്ലെങ്കിൽ ഇവിടുത്തെ ചികിത്സയ്ക്ക് പോയി നല്ല ഒന്നാം തരമാണ് മെഡിക്കൽ കോളേജ് എന്നുള്ളത് അഭിമാനകരമായി പറയാൻ പറ്റുന്ന കാര്യമാണ്. കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ സാറേ, അവിടെ എനിക്ക് നേരിട്ടുണ്ടായ അനുഭവം പറയട്ടെ. അവിടെ അങ്ങ് പറഞ്ഞല്ലോ സാർ, ആ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വരുന്ന ആളുകൾ, പലതരം രോഗത്തിന് വരുന്ന ആൾക്ക് 42 ലക്ഷം പേർക്ക് കാരുണ്യ പദ്ധതി അനുസരിച്ച് കിട്ടും സാർ. ഇനി അങ്ങനല്ലാത്ത ആളുകൾ, ഹാർട്ടിൻ്റെ അസുഖത്തിന് വരുന്നവരാതിരിക്കട്ടെ, ഞാൻ കിടക്കുന്ന ആ IC-യിൽ അവിടെ കിടക്കുമ്പോൾ 2 രോഗികൾ വന്നു. ഒന്നൊരു ബംഗാളി രോഗിയാണ്, ബംഗാളി തൊഴിലാളിയാണ്, വഴി വെച്ചിട്ട് പെട്ടെന്ന് അസുഖമായിട്ട് വന്നതാണ്. അല്ല, ഞാൻ ബംഗാളി തൊഴിലാളി, ഞാൻ പറഞ്ഞോട്ടെ, ബംഗാളി തൊഴിലാളി ആണ് വന്നത്. അപ്പോൾ അയാൾ കാരുണ്യമില്ല. പോയതെങ്കിൽ ഓർമ്മയുണ്ടോ? മുമ്പ് എന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഇറങ്ങി പോയത് ഓർമ്മയുണ്ടോ? സാർ, മെഡിക്കൽ കോളേജിൽ അല്ലാത്ത ഡോക്ടർ ആശുപത്രി പോകുന്നതിനെ പറ്റിയല്ല, നമ്മളെ പല നല്ല ഒന്നാമതൊരു ആശുപത്രി നമുക്ക് പോകേണ്ടി വരത്തില്ലേ സാർ? അവിടെ ഈ കാരുണ്യ ചികിത്സാ പദ്ധതിക്ക് അകത്തില്ലാത്ത ആൾ ആണെങ്കിലും കാരുണ്യക്കകത്തുള്ളവർക്ക് എല്ലാ ചികിത്സയും കൊടുക്കും. ഇല്ലെങ്കിലും സാർ 35,000 രൂപയുടെ ഇഞ്ചക്ഷൻ ഫ്രീ ആണ് സാർ. ആരാണെന്ന് നോക്കിയിട്ടല്ല, 35,000 രൂപയുടെ ഇഞ്ചക്ഷൻ ഫ്രീ ആണ്. അത് കഴിഞ്ഞൊരു തമിഴ്നാട്ടിൽ നിന്നുള്ള രോഗി വന്നു, ഇത് 2 പേർക്കും അവിടെ ഒരേ തരത്തിൽ തന്നെയാണ് സാർ. അത് കഴിഞ്ഞിട്ട് ഈ 42 ലക്ഷം പേർക്ക് കിട്ടുന്ന അതേ മെഡിക്കൽ, നമുക്ക് നിങ്ങളും ഞാനും നമ്മളൊക്കെ മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് മേടിക്കുന്നതിന് പൈസ അടച്ചിട്ടാണ് മേടിക്കുന്നത്. സാധാരണ ഈ കാരുണ്യ കാർഡുണ്ടെങ്കിൽ അത് വേണ്ട സാർ. അത്
ഒരു ആഘോഷമായിട്ട് പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. കേരളത്തിലെ മെഡിക്കൽ കോളേജും ആശുപത്രികളും ഏറ്റവും നല്ല ആശുപത്രികളാണ് എന്ന് പറയാൻ വേണ്ടി ഞാനത് പറഞ്ഞത്. അവിടെ ഇനിയും കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കാം. സാർ, ഇത് ഓരോന്നും ഇനിയിപ്പം ബില്ല് ഓരോരുത്തരുടെയും വരുമ്പോൾ ഇങ്ങനെ ബില്ലിൻ്റെ ചൂടടങ്ങുന്നതിന് മുമ്പ് പുറത്തു കൊടുക്കണമെങ്കിൽ ഭരണകക്ഷിക്കല്ലേ സാർ എളുപ്പം? ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ നാട്ടിലെ ഇതൊരു ചെറിയ കാര്യമാണ് സാർ. ഇവിടെ PSC രാവിലെ കാര്യം പറഞ്ഞു. PSC എന്താ ഈ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് എപ്പോഴും അവമാനിക്കാൻ ശ്രമം? റിയാസ് അല്ല, ഞാൻ പറഞ്ഞു രാവിലത്തെ അല്ല റിയാസ്. ഞാൻ ബന്ധമുണ്ട് റിയാസിനെ രാവിലെ അതിനകത്ത് നമ്മുടെ മന്ത്രി റിയാസിൻ്റെ പേര് പറഞ്ഞിട്ട് എന്താ സാർ? അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നേരെ സോഷ്യൽ മീഡിയ പാനല്ലേ സാർ? അപ്പോൾ സോഷ്യൽ മീഡിയ പോലല്ലേ? രാവിലെ ഇവിടെ പരാമർശിച്ച പേരുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വരുന്നതാണ്. ഞാൻ പറയട്ടെ, എനിക്ക് മുഹമ്മദ് റിയാസ് SFI പ്രവർത്തകനായിട്ടാണ് പരിചയം. ഞാൻ SFIയുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി ആയിരിക്കും. അന്ന് മുതൽ പ്രവർത്തിക്കുന്നവരല്ലേ ഇവരൊക്കെ ഓരോരുത്തരും. ഞങ്ങളൊക്കെ ഈ സംഘടന പ്രവർത്തിച്ചു വന്ന അവർ ഓരോരുത്തരെയും ഞാൻ പറഞ്ഞത് പറയുക, അതല്ലെങ്കിൽ വേറൊരു MLA പറയുക. ഓരോരുത്തരെയും പറയാറുണ്ടല്ലോ, MLA-മാരെയും മന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും അകത്തില്ലാത്തവരെയും പുറത്തുള്ളവരെയും പറയുമല്ലോ. ഇങ്ങനെ പറയുന്ന ഒരു രീതി എന്താ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ, വസ്തുതയില്ലാതെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇപ്പോഴൊന്നും അല്ല, ഇത് ഈ പറഞ്ഞതിൻ്റെ ഒക്കെ ആയിക്കോട്ടെ. ഇത് ഞാൻ പറഞ്ഞതാണ്. വിദ്യാർത്ഥി രംഗത്ത് തൊട്ട് പ്രവർത്തിച്ചു വരുന്ന ആളെ ഈ ഒരു കേസിനല്ലല്ലോ, പത്രത്തിൽ വരുന്നുണ്ടല്ലോ വാർത്ത ഇഷ്ടം പോലെ. ഈ ഒരാളുടെ പേര് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് പറഞ്ഞ് ഒരാളുടെ മാത്രമല്ല, എല്ലാ ആളുകളെ പറ്റിയും പറയുന്നതാണല്ലോ. എന്തൊക്കെയാണ് മോർഫ് ചെയ്ത്, ഞാൻ പറയട്ടെ, മോർഫ് ചെയ്ത് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഫോട്ടോ മോർഫ് ചെയ്ത് തിരിഞ്ഞു വെച്ചതിൻ്റെ ഒരു പടമായിട്ട് നടത്തുന്നില്ലേ? നിങ്ങൾ നടത്തുന്നില്ലേ? ഇത് ഓരോന്നും നമുക്ക് ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട കാര്യം ഞാൻ പറയുന്നത്, നമ്മൾ ഈ കാര്യങ്ങൾ ഇത് ഒന്നോ രണ്ടോ അല്ല, എല്ലാവരെയും നമ്മൾ അങ്ങനെ ഒരു പ്രചരണ രീതി അല്ല വേണ്ടത്. നമുക്ക് ഈ നാട്ടിൽ കാര്യങ്ങളൊക്കെ പറയാം. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രചരണങ്ങൾ, അനാവശ്യ പ്രചരണങ്ങൾ ജനങ്ങൾ വിശ്വസിക്കില്ല. ഈ പറഞ്ഞ ആളുകളെ അവമാനിക്കുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആളുകൾ പിന്നെ നിങ്ങളെ വിശ്വസിക്കുമോ? കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ കഥകളുണ്ടാക്കി, ജനങ്ങൾ വിശ്വസിക്കില്ല. നമുക്ക് കേരളത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം, അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇങ്ങനെ ഈ ആളുകളെ ഡിഫെയിം ചെയ്യുന്ന തരത്തിലേക്ക് എല്ലാവരെയും ഇതിപ്പോൾ എല്ലാ പാർട്ടി നേതാക്കന്മാരെയും മന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും MLA-മാരെയും എല്ലാം ഇങ്ങനെ അവമാനിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വാർത്താ പ്രചരണത്തിൻ്റെ രീതി ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുകൊണ്ടില്ല ഇല്ലാതാവും എന്നുള്ളതല്ല. പക്ഷേ ഇത്തരം ഒരു രീതിയിൽ ഈ പ്രചരണവും കാര്യങ്ങളും വരുന്ന തരത്തിൽ പോകുന്നു, അത് പൊതുവിൽ നല്ലൊരു കാര്യമല്ല. പിന്നെ വിദ്യാർത്ഥി രംഗത്തെ പറ്റി കാര്യം പറഞ്ഞു. ഞാൻ വിദ്യാർത്ഥി രംഗത്തുനിന്ന് വന്ന SFI പ്രവർത്തകനായിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് NSUവിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത്, ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഞാൻ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. ആ സമയം മുതലുള്ള ഞാൻ എന്തായാലും വിദ്യാർത്ഥി രംഗത്ത് എന്താണ് സാർ, ഇപ്പോൾ ആസൂത്രിതമായിട്ടല്ലേ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ, ഒരു മുൻകാല SFI പ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങളൊക്കെ ഇന്നത്തെ നിലയിലേക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടും പ്രവർത്തനത്തിലേക്ക് എത്തിയതിന് ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുള്ള ഞങ്ങൾ SFI മാത്രമല്ല, അപ്പുറത്തിരിക്കുന്ന മോൻസ് അന്ന് ഞങ്ങൾ ഒരുമിച്ച് നിരാഹാരം കിടന്ന അദ്ദേഹം KSCയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. സാർ, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്നെല്ലാം പറയുന്നതിന് അതിനൊരു വലിയ വിലയും മാതൃകയുണ്ട്. ഇതിപ്പോൾ എല്ലാ കാര്യത്തിനും SFI ഞങ്ങൾ ഓരോന്നും കോളേജ് ഒന്നും വിദ്യാർത്ഥികളുടെ കാര്യം, അധ്യാപകരുടെ കാര്യം അങ്ങനെ അവമാനിക്കുന്ന തരത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ല. പക്ഷേ ഇവിടെ പറഞ്ഞല്ലോ സഹാക്കൾ, ഞങ്ങളുടെ ഒരുമിച്ച് SFIയിലുണ്ടായിരുന്നവർ എത്ര പേരെ കേരളത്തിൽ കൊല ചെയ്തു? എത്ര പേരെ നിങ്ങൾ കൊല ചെയ്തു? SFI പ്രവർത്തകരല്ലേ? ഒരു KSUക്കാരനെങ്കിലും കൊലപ്പെടുത്തിയ കേസുണ്ടോ? KSUക്കാർ ക്യാമ്പസുകളിൽ മരിച്ച സംഭവമൊക്കെ ഉണ്ട്. പക്ഷേ പരസ്പര സംഘർഷം ഉണ്ടായിട്ടാണ്, പേരെല്ലാം ഞാൻ പറയുന്നില്ല, പരസ്പര സംഘർഷം ഉണ്ടായിട്ട് ഉള്ള സംഭവങ്ങളാണല്ലോ ഉള്ളത്. എവിടെയാണെന്നോ MSFകാരൻ അധ്യാപകനെ മുസ്ലിം ലീഗ് അധ്യാപകനെ ചവിട്ടിക്കൊന്ന സംഭവമില്ലേ? പഴയ പത്രക്കട്ടിങ് എടുക്കാം, എന്താ അത് പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ. Please. Shri Bashir, please. അങ്ങ് കണ്ടിന്യൂ ചെയ്തോ, അങ്ങ് കൺക്ലൂഡ് ചെയ്തോ പ്ലീസ്. ഞാൻ ക്ലിയറായി പറയാം. ബഹുമാനപ്പെട്ട ബഷീർ KSU പ്രവർത്തകനായ മട്ടന്നൂർ പഴശ്ശിരാജ കോളേജിൽ കൊല ചെയ്യപ്പെട്ട KSUവിന്റെ മാനസ് സെന്ററായ ബഷീർ, മാനസ് സെന്ററാ ആരാ കൊലപ്പെടുത്തിയെന്ന് അന്വേഷിച്ചാൽ മതി. KSUവിന് അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത്
ആര് വിദ്യാർത്ഥികളായാലും വിദ്യാർത്ഥി സംഘടന ആയാലും സാറേ MSF ഒരാളെ ചവിട്ടിക്കൊന്നു പറഞ്ഞു. അത് എവിടെയാണ് അധ്യാപകനെ ചവിട്ടിക്കൊന്നത്, എവിടെയാണെന്നൊന്ന് മന്ത്രി ഒന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അസംബ്ലിയിലെ രേഖയെ കിടക്കും. അതാ അല്ലല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ലല്ലോ. അല്ല അതെങ്ങനെ ഞാൻ മറുപടിയാണ് സാർ എന്റെ ചോദ്യം ഒരു മിനിറ്റ് സാർ. എന്റെ ചോദ്യം മന്ത്രി കേട്ട മാതിരി അല്ല എനിക്ക് തോന്നി എണീറ്റപ്പോ, അതിന് മുമ്പേ എണീറ്റു. അതുകൊണ്ട് ചോദിക്കാണ്, MSFകാരൊരു അധ്യാപകനെ ചവിട്ടിക്കൊന്നു എന്ന് മന്ത്രി പറഞ്ഞു. അത് എവിടെയാണെന്ന് പറയണം. ഇല്ലാത്താണെങ്കിൽ അസംബ്ലി ഇന്ന രേഖ കിടക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് പറയാണ് എവിടെയെന്നൊന്ന് പറയണം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവും ശ്രീ PK ബഷീർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ എന്തിനാണ് ഇത്ര ക്ഷുഭിതരായിട്ട് ചാടിയിരുന്നിട്ടെന്ന് മനസ്സിലായില്ല. കഴിഞ്ഞ ദിവസം ഈ സഭയിൽ ഞാൻ ഇക്കാര്യം പറയുകയും ആ പത്രവാർത്തയും മരിച്ചയാളുടെ ആ ഫോട്ടോയും എല്ലാം ഇവിടെ കാണിക്കുകയും ചെയ്തതാണ്. അന്ന് ആ രേഖയിലുണ്ട്. അന്ന് അനങ്ങാതിരുന്ന ആളുകൾക്ക് ഇപ്പൊ ക്ഷോഭം വരുന്നതിന് എന്താണ് സാർ? ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പേര് പറഞ്ഞു തരാം. അല്ല, അങ്ങ് വളരെ സതുദ്ദേശത്തിൽ ചോദിച്ചതാണെന്ന് മനസ്സിലായി. ചവിട്ടിക്കൊന്ന അധ്യാപകന്റെ പേര് ജെയിംസ് അഗസ്റ്റിൻ. ക്ലസ്റ്റർ മീറ്റിംഗിനിടയിലാണ് ഈ സംഭവം ഉണ്ടായത്. അങ്ങ് ചോദിച്ചവരല്ലേ മറുപടി പറഞ്ഞത്? മറുപടി പറഞ്ഞത് PK ബഷീർ അവിടെ ഇരിക്കെ കൺക്ലൂഡ് ചെയ്യട്ടെ. സാർ, ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ വസ്തുതകൾ പറയാൻ നിർബന്ധിതമാക്കിയതാണ് സാർ. പ്രതിപക്ഷ അങ്ങോട്ട് ഇരിക്കാൻ പറ. നിങ്ങളോട് മൈക്ക് എല്ലാവരോടും ഇരിക്കാൻ പറ. പ്ലീസ് നിങ്ങളെ ബെഞ്ചിനോട് ഇരിക്കാൻ പറ അവിടെ പ്ലീസ്. ഒരു അടിസ്ഥാനവും ഇല്ലാതെ MSFകാർ ഒരു അധ്യാപകനെ ചവിട്ടിക്കൊന്നു എന്ന് ഒരു ധനകാര്യമന്ത്രി ഈ നിയമസഭയിൽ പറയുകയാണ്. ഒരു അടിസ്ഥാനവും ഇല്ല, ഒരു തെളിവുകളുടെ പിൻബലമില്ല. ഇത് പറഞ്ഞ ധനകാര്യമന്ത്രിക്ക് ആര് മരിച്ചുവെന്നോ ആര് ചവിട്ടിക്കൊന്നു ഒന്നും ഒരു പിടിയില്ല. സാർ, ഇത് ഈ നിയമസഭയിൽ ഗുരുതരമായ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ഉന്നയിക്കാൻ ഈ നിയമസഭാ വേദിയെ കളങ്കപ്പെടുത്തിയാണ് ധനകാര്യമന്ത്രി ചെയ്തത്. സാർ, ഞങ്ങൾ ഇതിൽ അതിശക്തിയായി പ്രതിഷേധിക്കുന്നു. ഇത് രേഖകളിൽ ഉണ്ടാകാൻ പാടില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സാർ ഞങ്ങൾ വോക്കൗട്ട് ചെയ്യാം. സാർ, ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യം അത് തന്നെ ആവർത്തിക്കുകയാണ്. പത്രക്കട്ടിങ്ങും വാർത്തകളും ഒക്കെ ഉണ്ട്. എന്തായാലും രാഷ്ട്രീയമായിട്ട് അവർക്ക് ഇത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അന്ന് ആ പറഞ്ഞ കാര്യങ്ങളാണ് സാർ. ഞാൻ പറഞ്ഞത് നമ്മളിവിടെ ആവശ്യമില്ലാത്ത രാഷ്ട്രീയ കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, വിദ്യാർത്ഥി രംഗത്തുൾപ്പെടെ ഇല്ലാത്ത കഥകൾ സൃഷ്ടിക്കുകയാണ് സാർ. ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സർവകലാശാലകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയായി SFI ഇന്ന് നിൽക്കുന്നുണ്ട്. അത് ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. അത്തരം കാര്യങ്ങളെല്ലാം ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. എന്തായാലും സാർ, ഇവിടെ ഈ വന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ പലതും വന്നിട്ട് അത് ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മൾ നോക്കേണ്ട കാര്യങ്ങളുണ്ട്. തെറ്റായ പല കാര്യങ്ങളും പറഞ്ഞു. അതിനെപ്പറ്റിയുള്ള ചില പരാമർശങ്ങൾ ഞാൻ പറഞ്ഞു. ഈ ധനകാര്യ ബില്ല് അംഗീകരിക്കണം, ധനവിനിയോഗ ബില്ല് അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. 2024 കേരള ധനവിനിയോഗ 2ാം നമ്പർ ബിൽ പരിഗണനക്കെടുക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പരിഗണനക്കെടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന. 2ഉം 3ഉം വകുപ്പുകൾ ഭേദഗതിയില്ല. 2ഉം 3ഉം വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമാക്കാമോ എന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 2ഉം 3ഉം വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. പട്ടിക ഭേദഗതിയില്ല. പട്ടിക ബില്ലിൻ്റെ ഭാഗമാക്കാമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ പട്ടിക ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1ാം വകുപ്പും പീഠികയും പേരും ഭേദഗതിയില്ല. 1ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമാക്കാമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 1ാം വകുപ്പും പീഠികയും പേരും ബില്ലിൻ്റെ ഭാഗമാക്കിയിരുന്നു.
മൂന്നാം വായന. ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ 2024 കേരള ധനവിനിയോഗ 2ാം നമ്പർ ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2024 കേരള ധനവിനിയോഗ 2ാം നമ്പർ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. 2024 കേരള ധനവിനിയോഗ 2ാം നമ്പർ ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപത്തെ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബില്ല് പാസ്സായിരിക്കുന്നു.